ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി ബ്രസീൽ. ലാറ്റിൻ അമേരിക്കൻ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ പരാഗ്വേയെ 1 ഗോളിന് തോൽപ്പിച്ചാണ് ബ്രസീലിന്റെ നേട്ടം. കളിയുടെ ഒന്നാം പകുതിയിൽ മാത്യൂസ് കുൻഹയുടെ അസിസ്റ്റിൽ വിനീഷ്യസ് ജൂനിയർ നേടിയ ഗോളാണ് ഇത്തവണത്തെ ലോകകപ്പ് യാത്രയിലേക്കുള്ള ബ്രസീലിന്റെ മോഹങ്ങൾക്ക് നിറം പകർന്നത്. രുജീഷ് വി രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. രുജീഷ്, ബ്രസീൽ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദ വാർത്ത എന്തൊക്കെയാണ് ആ കളിയുടെ വിവരങ്ങൾ? ലോകകപ്പ് തുടങ്ങിയ കാലം മുതൽ ഇതുവരെ എല്ലാ ലോകകപ്പിലും പങ്കെടുത്ത ഒരേ ഒരു ടീം ബ്രസീലാണ്. ബ്രസീൽ ഈ അടുത്ത ലോകകപ്പിൽ 2026 ലോകകപ്പിൽ ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഉണ്ടായിരുന്നു. കാരണം സമീപകാലത്ത് വലിയ തിരിച്ചടിയാണ് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ബ്രസീലിന് ഉണ്ടായിരുന്നത്. പക്ഷെ അവസാന ഘട്ടത്തിൽ ബ്രസീൽ എന്തായാലും വലിയ തിരിച്ചുവരവ് നടത്തി. ഈ മത്സരത്തിൽ ജയിച്ചതോടുകൂടി 2026 ലോകകപ്പിൽ ബ്രസീൽ ഉറപ്പിക്കുകയാണ്. അതായത് കഴിഞ്ഞ 1930 ലോകകപ്പ് തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ള എല്ലാ ലോകകപ്പിലും പങ്കെടുക്കുന്ന ടീമായി ബ്രസീൽ മാറുകയാണ്. എന്തായാലും വിനീഷ്യസ് ജൂനിയറിന്റെ ഗോളാണ് ബ്രസീലിന് ജയം സമ്മാനിച്ചത്. അത് മാത്രമല്ല, ഇന്ന് ഇക്വഡോറും യോഗ്യത ഉറപ്പിച്ചിട്ടുണ്ട്. വെനസ്വേലയുടെ പരാജയമാണ് ഇന്നത്തെ മത്സരത്തിലൂടെ യോഗ്യത ഉറപ്പിക്കാനുള്ള ഒരു കാരണം. ഇന്നത്തെ മത്സരത്തോടെ 13 ടീമുകളാണ് നിലവിൽ യോഗ്യത ഉറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ പരിശീലകന്റെ പിറന്നാൾ ദിനമാണ് ഇന്ന്. ആ പിറന്നാൾ ദിനത്തിൽ തന്നെ ബ്രസീലിൽ വെച്ച് ഒരു ജയത്തോടെ ലോകകപ്പ് യോഗ്യത ഉറപ്പിക്കാൻ ടീമിനായിരിക്കുന്നു. എന്തായാലും ആഞ്ചലോട്ടിയുടെ ടീമിനെ സംബന്ധിച്ച് അടുത്ത ലോകകപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബ്രസീൽ ഇതിഹാസ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അത്രമാത്രം ആവേശത്തോടെയാണ് ബ്രസീൽ ആരാധകർ ഇതിനെ കാണുന്നത്. ഇന്ന് അർജന്റീനയുടെ മത്സരവും ഉണ്ടായിരുന്നു. പക്ഷേ അർജന്റീന കൊളംബിയ മത്സരം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. വലിയ ആവേശത്തോടെയാണ് ബ്രസീൽ ആരാധകർ ഈ വിജയത്തെ കാണുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ലോകകപ്പിൽ വലിയ നിരാശയാണ് ബ്രസീൽ ടീമിന് ഉണ്ടായിരുന്നത്. 2002 ലോകകപ്പിന് ശേഷം ഒരു കിരീടം ബ്രസീലിന് ലോകകപ്പിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അടുത്ത ലോകകപ്പിൽ കിരീടം ലക്ഷ്യമിട്ട് ഇറങ്ങുന്ന ബ്രസീലിന് 2 മത്സരങ്ങൾ ശേഷിക്കെ യോഗ്യത ഉറപ്പിക്കാനായത് വലിയ ആശ്വാസമാണ്. രുജീഷ് വി രവീന്ദ്രനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.